പാലിന് 1800 രൂപ. 1800. ഇറച്ചിക്കടയിൽ 2040, മീൻ കടയിൽ 2800. 2040 2800. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി പറ. അല്ല ഇപ്പം കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ 650, പിന്നെ 1800, പിന്നെ 2040. അതിന്റെ കൂടെയാണ് ഈ 2800 വന്നേക്കുന്നത്. എന്തോന്നാ ഇത് ഇത്ര വില? എന്തായാലും കൂട്ടുന്നത് കുറച്ചു കഴിഞ്ഞാൽ എല്ലാം കുറയും. അല്ല ഇറച്ചി മീനും കൂട്ടുന്നത് കുറച്ചു കഴിഞ്ഞാൽ പൈസയും കുറയുന്നേ. അങ്ങനെ അതെ, ഞാൻ മാക്സിമം അറിയാലോ കൊച്ചമ്മ, അങ്ങനെ പിടിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇപ്പോഴത്തെ കാലത്തിലെ ഒരു സാധനം വാങ്ങിച്ചിട്ട് സവാള ആയിരുന്നാലും ഉള്ളി ആയിരുന്നാലും വാങ്ങിച്ചിട്ട് തിരിയുമ്പോഴത്തേക്കും വില കയറുക, വില കൂടും. അങ്ങനെ ഒരു വിഷയം. നമ്മളും അതനുസരിച്ച് നിക്കണം. അതെ അതെ അതെ. ഏതായാലും നീ മൊത്തം എത്ര ആയതെന്നുള്ള പറ. മൊത്തം 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 ഈ കിട്ടുന്നില്ലേ? അല്ല ഞാൻ എഴുതന്നെ കൊച്ചമ്മ. മൊത്തം ഒരു 7500 രൂപ. 7500. ഞാൻ പറയാമോ? 7500. ആരാ നിന്നെ കണക്ക് പഠിപ്പിച്ചേ? എന്ത് കൊച്ചമ്മ? എന്ത് കൊച്ചമ്മ? എങ്ങനെയാണ് 7500 അത് കൂട്ടിയാല്? എല്ലാം കൂടെ 7290 രൂപ വരും. കറക്റ്റ്. എന്റെ നാവിന് ഈ സമയത്ത് നിന്ന് വരേയില്ല. അതെ, സമയത്ത് ഇങ്ങനെ 7500, 200, 300 ഒക്കെ മാറി മാറി. അയ്യോ, പൈസയുടെ കാര്യം പറയുമ്പോ പൊന്നു മോന്റെ കാര്യം പണ്ടേ എനിക്ക് അറിയാമല്ലത്. കൊച്ചമ്മ പൈസ തന്നാ ഞാൻ കൊണ്ടു കൊടുക്കായിരുന്നു. 2040 ഇത്രയും കൂട്ടിയപ്പോഴാണ് വിഷയം. അതെ, ഈ 40 ഒന്നും വരാൻ പാടില്ല. അതെ അതെ, 650 നമുക്ക് അടുത്ത മാസം അത്രയും വരൂല. 7000 രൂപയുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളത് നീ അങ്ങ് എടുത്തു. ശരി കേട്ടാ? ഓ, ഇത് 7000 ഉള്ളൂ, 7290 കൊടുക്കണം. അപ്പൊ കണക്കറിയാല്ലേ? ചിലപ്പോ എനിക്ക് തരുന്ന പൈസ കുറയുമ്പോ നല്ല കൃത്യമായിട്ട് കണക്കറിയാം, കൂട്ടുമ്പോഴാണ് പ്രശ്നം. എന്റെ കയ്യിൽ ഇരിപ്പില്ലേ 500 രൂപ ഉണ്ട്, അതിൽ നിന്ന് 1290 കൊടുക്കും. ഓ ശരി, 500 എടുത്ത് കൊടുത്തേ. ബാക്കി വരുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്. കൊച്ചമ്മ, 2 വള്ളി കേസുമായിട്ട് മാനേജർ വരുന്നുണ്ട്. എന്താവോ എന്തോ അറിഞ്ഞുകൂടാ. വാ വാ, തൊഴുതു തൊഴുതു. അല്ല, മാഡത്തിനെ കാണാൻ വേണ്ടി അവര് വന്നിരിക്കുന്നത്. എന്താ കാര്യം? ഇത് നടരായുള്ള സാർ. നമസ്കാരം മേഡം. ശരി, ഞാൻ പ്രശാന്ത് പറഞ്ഞു. അല്ല കാര്യം എന്താ? ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഭാരതാംഗികളാണ്. അല്ല, ഭാരമാഫിയ എന്റെ ദൈവമേ. അപ്പം ഇവരുടെ ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ കറക്റ്റല്ലേ? വളരെ ശരിയാണ്. പറയരുത്, സംശയം ചോദിക്കാൻ പറ്റിയ ആളാ. പറഞ്ഞാട്ട് എന്റെ മാനേജരെ. പെൻഷനേഴ്സ് അസോസിയേഷന്റെ വാർഷികാഘോഷം നടക്കാൻ പോകുന്നേ. അപ്പം ഇത്തവണത്തെ വാർഷിക സമ്മേളനത്തിന് ഒരു ചിരിയരങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. ചിരി മത്സരം. അത് മാഡം ഒന്ന് കത്തിക്കണം. കത്തിക്കാനോ? പോവല്ലേ കൊച്ചമ്മ, കൊന്നാലും പോവരുത്. അതായത് ചിരിയരങ്ങിന്റെ ഉദ്ഘാടനം തിരി ഒന്ന് നീട്ടണം, തീപ്പെട്ടി കത്തിച്ച് ഒന്ന് കത്തിക്കണം. കൊളുത്തണം. അതിനാണോ ചിരിയരങ്ങ് കത്തിക്കണമെന്നൊക്കെ പറഞ്ഞത്? കത്തിക്കണം. ഞാൻ ചെന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളു കാര്യം. അല്ല, അത് മാത്രം മതിയോ? ഈ വിളക്ക് കത്തിക്കല് മാത്രം മതിയല്ലോ? പിന്നെ അത് കൂടാതെ ഒരു 2 തമാശ അതും കൂടെ പറയാൻ. അയ്യോ, ഡിസംബർ 28-ാം തീയതിയാണ് മാഡം. ഡിസംബർ 28. അല്ല, അത് മനസ്സിലായി. ഞാന് ഈ പറഞ്ഞല്ല, കാര്യം മാനേജർക്ക് അറിയാം. ഞാൻ ഈ പാടാനും വർത്തമാനം പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ അല്പം സ്വല്പം തമാശ ഒക്കെ പറയുന്ന ഒരാള് തന്നെയാണ്. അല്ല കൊച്ചമ്മ, കൊച്ചമ്മ സ്റ്റേജിൽ നിന്ന് 2 വാക്ക് പറഞ്ഞാൽ മതി, അത് തമാശയാവും. അല്ല, ഈ ഡിസംബർ 28 എന്ന് പറയുമ്പോഴേ നമുക്ക് വേറെ വല്ല പരിപാടി ഉണ്ടോ? ഡിസംബർ 27 പരിപാടി ഉണ്ടായിരുന്നു. ഡിസംബർ 29 പരിപാടിയുണ്ട്. ഡിസംബർ 30 പരിപാടിയുണ്ട്. അല്ല, 28 കാര്യം. 28 ഫ്രീയാ. ഭാഗ്യം കേട്ടോ, നിങ്ങൾ ഭാഗ്യവന്മാരാ. ഏതായാലും നിങ്ങൾ ഇത്രയും സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ വരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.